കേരളീയ ദർശൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കണ്ണാടിയിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് ബഹുമാന്യ പ്രേക്ഷകരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും ചർച്ചയായ ഒരു സംഭവം, കേരളം മുഴുവൻ ചർച്ചയായ, കേരളം മുഴുവൻ കാതോർത്ത ഒരു സംഭവം, കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി അന്തരിച്ചു. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി എന്ന് പറയുമ്പോൾ കൂത്തുപറമ്പ് വെടിവെയ്പ്പിൽ 5 ചെറുപ്പക്കാരാണ് പിടഞ്ഞു വീണ് മരിച്ചത്. അന്ന് 6ാമത്തെ ആൾ മരിച്ചില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ അരയ്ക്ക് താഴെ തളർന്നു. അങ്ങനെ അന്ന് മുതൽ അരയ്ക്ക് താഴെ തളർന്നുപോയ ആ മനുഷ്യൻ, ആ പുഷ്പൻ എന്ന് പേരുള്ള ആ മനുഷ്യൻ, ആ ചെറുപ്പക്കാരൻ വേദന തിന്ന് അരയ്ക്ക് താഴെ തളർന്ന് വീൽ ചെയറിലായിരുന്നു ജീവിതം. കഴിഞ്ഞ 40 വർഷം അദ്ദേഹം വീൽ ചെയറിലാണ് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയത്. അദ്ദേഹമാണ് കഴിഞ്ഞ ആഴ്ച വിട പറഞ്ഞത്. എന്താണ് ഈ കൂത്തുപറമ്പ് വെടിവെയ്പ്പ്? 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. അതുകൊണ്ട് പുതിയ പൊതുപ്രവർത്തകർക്ക്, പുതിയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക്, യുവജന മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, വനിതാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർക്കൊന്നും ഒരുപക്ഷെ കൂത്തുപറമ്പ് വെടിവെപ്പെന്നല്ലാണ്ട് കൂത്തുപറമ്പിൽ സംഭവിച്ചത് എന്താണെന്ന യഥാർത്ഥ ചിത്രം അറിയില്ലായിരിക്കാം. അത് ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് കണ്ണാടിയിലൂടെ എന്ന പരിപാടിയുടെ ആദ്യം ശ്രമിക്കുന്നത്. കൂത്തുപറമ്പ് വെടിവെപ്പ് എന്ന് പറഞ്ഞാൽ 40 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന, 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നതാണ്. അന്നത്തെ സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ എം.വി. രാഘവൻ, ആ എം.വി. രാഘവൻ കൂത്തുപറമ്പിലെ ഒരു സഹകരണ സംഘം അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് വരുന്നു. അദ്ദേഹത്തെ ഒരു കാരണവശാലും കൂത്തുപറമ്പിലെ സഹകരണ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് അന്നത്തെ DYFI, ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തീരുമാനിക്കുന്നു. ആ തീരുമാനം അവരെ കൊണ്ട് എടുപ്പിച്ചതാവട്ടെ അവരുടെ രക്ഷകർത്താവായ CPIM, പ്രത്യേകിച്ചും CPIM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും DYFI-യുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്കും അതാത് ഏരിയ കമ്മിറ്റികൾക്കും ലോക്കൽ കമ്മിറ്റികൾക്കും ബ്രാഞ്ച് കമ്മിറ്റിക്കും ഒക്കെ അതിൽ ഉത്തരവാദിത്തമുണ്ട്. ആ സഹകരണ സംഘം ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്നും സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന എം.വി. രാഘവൻ പിന്തിരിയണമെന്ന് SP, അന്ന് അവിടെ ചാർജ് ഉണ്ടായിരുന്ന SP, സൂപ്രണ്ട് ഓഫ് പോലീസ് MVR-നെ അറിയിക്കുന്നു. അദ്ദേഹം പിന്തിരിയുന്നതാണ് നല്ലതെന്ന്, തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് ഉപദേശിക്കുകയും ചെയ്യുന്നു. എന്നാൽ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അന്ന് ആ സമ്മേളനത്തിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി വന്ന അന്നത്തെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിരുന്ന കണ്ണൂർ MLA-യും കണ്ണൂർക്കാരനുമായിരുന്ന ശ്രീ N. രാമകൃഷ്ണൻ, ആ N. രാമകൃഷ്ണൻ പോലീസിന്റെ ഉപദേശപ്രകാരം പോലീസിന്റെ അവിടെ ഒരു സംഘടന ഉണ്ടാവും, സംഘടനാത്മകമായ ഒരു അന്തരീക്ഷമാണ് കൂത്തുപറമ്പെ നിലനിർത്തുന്നതെന്നും അതിന്റെ വ്യാപ്തി N. രാമകൃഷ്ണൻ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അദ്ദേഹം പിന്തിരിയുകയും ചെയ്തു. എന്നാൽ പോലീസുകാരുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളാതെ M.V. രാഘവൻ ഉദ്ഘാടന സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ വാഹനം കടന്നു വരുന്നു. കേരള സ്റ്റേറ്റ് കാർ. ആ വാഹനം ഒരു കൂട്ടം ചെറുപ്പക്കാർ തടയുന്നു. DYFI-യുടെ കൊടിയുമായിട്ടാണ് ആ വാഹനം തടയുന്നത്. ആ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണം തുടർന്നപ്പോഴാണ്
ആ അക്രമകാരികളെ പിരിച്ചുവിടുന്നതിന് വേണ്ടി പോലീസ് വെടിവെക്കുന്നത്. ആ പോലീസ് വെടിവെപ്പിലാണ് ആ സ്ഥലത്ത് ആ കുത്തപ്പറമ്പിൽ 5 ചെറുപ്പക്കാര് DYFIയുടെ 5 പ്രവർത്തകർ മരിച്ചു വീഴുന്നത്. അവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത, ഒരു വെടിവെപ്പ് നടക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വെടിവെപ്പ് നടത്തുന്നതിന് മുമ്പ് സ്വീകരിക്കേണ്ടുന്ന ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. ആ മാനദണ്ഡങ്ങളൊന്നും അവിടെ പാലിക്കപ്പെട്ടില്ല എന്നാണ് അന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ. മാത്രവുമല്ല, മുട്ടിന് താഴെയല്ല വെടിവെച്ചത്. മുട്ടിന് താഴെയാണ് വെടിവെച്ചെങ്കിൽ 5 പേർ കൊല്ലപ്പെടുമായിരുന്നില്ല. അങ്ങനെ ആ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ വെച്ച വെടിവെപ്പിൽ 5 ചെറുപ്പക്കാർ മരിച്ചു വീഴുകയും ഒരു ചെറുപ്പക്കാരന്റെ അരയ്ക്ക് താഴെ തളർന്നു പോവുകയും ചെയ്യും. അദ്ദേഹമാണ് കഴിഞ്ഞ ആഴ്ച അന്തരിച്ച പുഷ്പൻ. ഇതിപ്പോഴത് പറയാനുണ്ടായ കാര്യം, പുതിയ തലമുറയിൽപ്പെട്ടവർ ആ സംഭവത്തെക്കുറിച്ച് ഏകദേശ ധാരണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത് അവതരിപ്പിക്കാൻ നിർബന്ധിതനായത്. എന്തായാലും ആ കൂത്തപ്പറമ്പ് രക്തസാക്ഷി ദിനം ഇന്നും ആ ദിവസം വരുമ്പോൾ DYFI വളരെ സമുചിതമായി ആചരിക്കാറുണ്ട്. രണ്ടാമതായി കണ്ണാടിയിലൂടെ നോക്കിക്കാണുന്നത്, ഈ അടുത്ത കാലത്ത് ഭരണകക്ഷി പ്ലാറ്റ്ഫോമിൽ നിന്നും ഇറങ്ങി സ്വതന്ത്രനായി നിൽക്കുന്ന ശ്രീ PV അൻവർ MLA. അദ്ദേഹം ഈ വരുന്ന ഞായറാഴ്ച അദ്ദേഹത്തിന്റെ തട്ടകമായ മഞ്ചേരിയിൽ ഒരു പൊതുസമ്മേളനം വിളിച്ചിരിക്കുന്നു. ആ പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം പുതിയൊരു പാർട്ടിയുടെ പേര് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. ആ സമ്മേളനത്തിന് 1 ലക്ഷം പേർ പങ്കെടുക്കുമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഒരു 25,000-30,000 ആൾക്കാർ പങ്കെടുത്താൽ അത് 1 ലക്ഷം പേര് പങ്കെടുത്തു എന്ന് പറയാം. അങ്ങനെയാണ് നാളിതുവരെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്തിട്ടുള്ളത്. 25,000 പേര് പങ്കെടുക്കുമ്പോൾ അത് 1 ലക്ഷം പേർ പങ്കെടുത്തതായി പറയും. അങ്ങനെയാണ് നാളിതുവരെ ഉള്ള പതിവ്. ഇതും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. പൊതുസമ്മേളനത്തിൽ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തു എന്ന് വിചാരിച്ച് അതെല്ലാം നാളെ വോട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. കാരണം വരാൻ പോകുന്ന തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ വാർഡുകളും എന്ന് പറഞ്ഞില്ല, എല്ലാ പഞ്ചായത്തുകളിലും PV അൻവർ പ്രഖ്യാപിക്കാൻ പോകുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ മത്സരിക്കാനുണ്ടാവുമെന്നാണ്. അതിൽ എത്ര പേർക്ക് കെട്ടിവെച്ച തുക ലഭിക്കും എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും മത്സരിക്കും. ഇത് പറയുമ്പോൾ നേരത്തെ സൂചിപ്പിച്ച MER ശ്രീ MV രാഘവൻ CMP എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം 5 MLA-മാരുണ്ടായിരുന്നു. CK ചക്രപാണി, CP മൂസാൻകുട്ടി, വാസുദേവ മേനോൻ തുടങ്ങിയ 5 പേര് ചേർന്ന 5 MLA-മാർ, MER-നെയും കൂട്ടി 5 MLA-മാർ ഉണ്ടായിരുന്നു. മാത്രമല്ല, അന്നത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവീനർ ശ്രീ PV കുഞ്ഞിക്കണ്ണൻ, അദ്ദേഹം MER-ന്റെ പുതിയ പാർട്ടിയിൽ ചേർന്നില്ല എങ്കിൽ തന്നെയും അദ്ദേഹത്തെയും CPM പുറത്താക്കിയിരുന്നു. അങ്ങനെ നിരവധി പേര് അന്ന് വരുമെന്ന് വിശ്വസിച്ചിരുന്ന സുശീല ഗോപാലനും M വിജയകുമാറും കടകപ്പള്ളി സുരേന്ദ്രനും അടക്കമുള്ളവർ പിന്മാറി. അതേസമയം മുൻ MLA MK കണ്ണൻ, SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന CP ജോൺ, NJUവിന്റെ നേതാവായിരുന്ന ശ്രീധരൻപിള്ള ഒക്കെ MER-നൊപ്പം ഉണ്ടായിരുന്നു. അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലഘട്ടം, തൃശ്ശൂരിൽ നടന്ന പാർട്ടി രൂപീകരണ യോഗത്തിൽ അന്നും 1 ലക്ഷത്തിലധികം പേർ പങ്കെടുക്കുമെന്നാണ് MER പറഞ്ഞിരുന്നത്.
1,00,000-ലധികം പേർ പങ്കെടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അന്നും ഒരു 25,000-ഓളം പേരെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തുള്ളൂ. അത് 1,00,000-ആയിട്ട് മാറും. അങ്ങനെയാണ് പതിവ്. പക്ഷേ നിയമസഭ 140 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ചില നിയമസഭാ മണ്ഡലങ്ങളിലുള്ളതിൽ 90% നിയമസഭാ മണ്ഡലങ്ങളിലും MER രൂപം കൊടുത്ത പാർട്ടി CMPയുടെ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു. അതിൽ ബഹുഭൂരിപക്ഷം പേർക്കും, അതിൽ 90%-ലധികം പേർക്കും 500 വോട്ടിന് മുകളിൽ കിട്ടിയില്ല. പലർക്കും 210, 310, 410 അങ്ങനെയുള്ള വോട്ടുകളാണ് ലഭിച്ചത്. ജയിച്ചത് ശ്രീ ME രാഘവൻ മാത്രം. ശ്രീ ME രാഘവൻ ജയിച്ചത് കോൺഗ്രസിന്റെയും BJPയുടെയും കൂടി വോട്ട് കൊണ്ടാണെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഈ അവസ്ഥയാണ് അന്ന് CMPക്ക് ഉണ്ടായതെങ്കിൽ CMP രൂപീകരിക്കുമ്പോൾ കോൺഗ്രസിന്റെ ശവപ്പറമ്പിൽ നിന്നുകൊണ്ട് മാത്രമേ മതേതരത്തിന്റെ കൊടി ഉയർത്താൻ കഴിയൂ എന്ന് CMP രൂപീകരണ സമ്മേളനമായ തൃശൂർ സമ്മേളനത്തിൽ വെച്ച് MER ഉറക്കെ പ്രഖ്യാപിച്ചുവെങ്കിൽ 1 വർഷം തികയുന്നതിന് മുമ്പ് അതേ MER പറഞ്ഞു കോൺഗ്രസിന് മാത്രമേ മതേതരത്തിന്റെ കൊടി ഉയർത്താൻ കഴിയൂവെന്ന്. അത് തന്നെയാണ് എപ്പോഴും പുതിയ പാർട്ടികൾ ഉണ്ടാവുമ്പോൾ സാധാരണക്കാർ തിരിച്ചറിയേണ്ട കാര്യം. ഇപ്പോൾ PV അൻവർ ദളിത് പിന്നോക്ക സമുദായങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പുതിയ പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നു എന്നും പറയുന്നത്. എന്തായാലും ആ പാർട്ടിയുടെ ഭാവി അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. എത്ര വാർഡുകളിൽ ജയിക്കുമെന്ന് നോക്കിക്കാണേണ്ടതാണ്. മുനിസിപ്പാലിറ്റികളിൽ ജയിക്കുമോ, ഏതെങ്കിലും കോർപ്പറേഷനുകളിൽ ഒരു വാർഡിലെങ്കിലും ജയിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന കാര്യമാണ്. അടുത്ത എടുത്തു പറയേണ്ടുന്ന മറ്റൊരു കാര്യം ശ്രീ KT ജലീലിന്റെ ഒരു പുസ്തകത്തെക്കുറിച്ചാണ്. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് ആ പുസ്തകം പുസ്തകശാലകളിൽ എത്തിക്കഴിഞ്ഞിട്ടില്ല. അതിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം മാത്രമേ കഴിഞ്ഞുള്ളൂ. പുസ്തകത്തിന്റെ പേര് സ്വർഗസ്ഥനായ ഗാന്ധിജി. വളരെ പുതുമയുള്ള പേര് മാത്രമല്ല, അതിന് വിവിധ തരത്തിലുള്ള മാനങ്ങളുണ്ട്. ആ പുസ്തകം പ്രകാശനം ചെയ്ത ചടങ്ങിൽ വെച്ച് ജോൺ ബ്രിട്ടാസ് MP ആണ് അത് പ്രകാശനം ചെയ്തത്. ആ ചടങ്ങിൽ വെച്ച് ശ്രീ KT ജലീൽ പറഞ്ഞത് ഗാന്ധിജിയും AKജിയും മദർ തെരേസയും ഉള്ള ഒരു സ്വർഗരാജ്യത്താണ് ഞാൻ മരണാനന്തരം ജീവിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. വളരെയധികം അർത്ഥവത്തായ ഒരു വാചകമായിരുന്നു KT ജലീലിൻ്റെത്. ഗാന്ധിജിയും മദർ തെരേസയും AKജിയും 3 പേർ അല്ലാതെ ഒരു ദൈവത്തിൻ്റെയും പേര് അദ്ദേഹം പറഞ്ഞില്ല. ഗാന്ധിജിയും AKജിയും മദർ തെരേസയും മനുഷ്യ സ്നേഹികളായിരുന്നു. മനുഷ്യന്റെ ദുഃഖത്തിൽ ദുഃഖിച്ചവരും മനുഷ്യന്റെ സന്തോഷത്തിൽ സന്തോഷിച്ചവരുമായിരുന്നു. അവർ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സ്നേഹികളായിരുന്നു. ആ മനുഷ്യ സ്നേഹികൾ ജീവിക്കുന്ന ലോകത്ത്, അത് സ്വർഗമാണെങ്കിൽ അവിടെയാണ് താനും ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, മരണാന്തരം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് KT ജലീൽ പറയുമ്പോൾ അതിന് വിവിധ മാനങ്ങളുണ്ട്, വിവിധ അർത്ഥങ്ങളുണ്ട്. ആ വളരെ ആഴത്തിൽ അതിനെക്കുറിച്ച് അതിന് അർത്ഥങ്ങളുണ്ട്. കാരണം ഒരു യഥാർത്ഥ മനുഷ്യസ്നേഹിക്ക് മാത്രമേ ഇത് പറയാൻ കഴിയൂ. അങ്ങനെയുള്ള ആ മനുഷ്യസ്നേഹി ആണ് മനുഷ്യസ്നേഹികളായ ഗാന്ധിജിയും AKജിയും മദർ തെരേസയും ഉള്ള സ്വർഗരാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് വളരെയധികം ഇനി വരുന്ന നാളുകളിൽ ചർച്ച ചെയ്യപ്പെടും.
വിവിധ പ്ലാറ്റ്ഫോമുകളിൽ അത് ആ ശബ്ദം മുഴങ്ങും. രാഷ്ട്രീയ നേതാക്കള്, സാംസ്കാരിക നേതാക്കള്, എഴുത്തുകാര്, സാഹിത്യകാര്, കലാകാരന്മാരൊക്കെ തന്നെയും കെ ടി ജലീലിന്റെ ഈ വാചകം അനുകരിച്ചുകൊണ്ട് പ്രസംഗിക്കും, പുസ്തകങ്ങൾ എഴുതും, ലേഖനങ്ങൾ എഴുതും എന്ന കാര്യത്തിലും സംശയം വേണ്ട. അതങ്ങനെ ഉയർന്നു നിൽക്കട്ടെ. അതങ്ങനെ ജീവനോടെ കെ ടി ജലീലിന്റെ ആ വാചകം ജീവനോടെ എന്നും നിലനിൽക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അടുത്തയിലേക്ക് കടക്കുകയാണ്. റിസർവ് ബാങ്ക് ഇന്ത്യയുടെ ഒരു പരസ്യം. ഇതിനു മുമ്പ് പലപ്പോഴും റിസർവ് ബാങ്ക് ഇന്ത്യ ഈ പരസ്യം കൊടുത്തിട്ടുണ്ട്. കേരള ദിവസന്റെ പ്ലാറ്റ്ഫോമിലും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 90% സഹകരണ ബാങ്കുകൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലൈസൻസ് ഇല്ല. അത് റിസർവ് ബാങ്ക് തുറന്നു പറഞ്ഞിരിക്കുന്നു. ഒരു പരസ്യത്തിലൂടെ, മാധ്യമത്തിലൂടെ അവരത് പറഞ്ഞിരിക്കുന്നു. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്ക് എന്ന പേര് വെക്കാൻ പാടില്ല. അത് വെറും സഹകരണ സംഘങ്ങളാണ്. അതിന് ബാങ്കിങ് എന്നോ ബാങ്കെന്നോ പേര് ഇടാൻ പാടില്ല എന്ന് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം റിസർവ് ബാങ്ക് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു, പരസ്യപ്പെടുത്തിയിരിക്കുന്നു. എങ്കിലും ഇന്നും പല സഹകരണ സംഘങ്ങളും തങ്ങളുടെ സ്ഥാപനത്തിന് സഹകരണ ബാങ്ക് എന്ന് പേരിട്ടിരിക്കുന്നു. അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. അതുകൊണ്ട് ജനങ്ങളത് തിരിച്ചറിയണമെന്നാണ്, ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നാണ് റിസർവ് ബാങ്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്നത്തെ സഹകരണ സംഘം ആദ്യകാലങ്ങളിൽ അത് മനുഷ്യസ്നേഹികള് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അത് രൂപീകരിച്ചത്. AKG പോലുള്ളവർ, കേളപ്പനെ പോലുള്ളവർ, അതുപോലെ തന്നെ മറ്റ് സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ, ശ്രീകണ്ഠൻ നായർ, കൊല്ലത്തക്ക സഹകരണ പ്രസ്ഥാനത്തിന് രൂപം നൽകിയത് RSPയുടെ നേതാവായിരുന്ന ശ്രീകണ്ഠൻ നായരാണ്. അതിലുള്ള KP കേശവൻ, C കേശവൻ തുടങ്ങിയ മനുഷ്യ സ്നേഹികളായ രാഷ്ട്രീയ പൊതു പ്രവർത്തകരാണ് ഈ സഹകരണ സംഘങ്ങളെല്ലാം തുടങ്ങിയത്. ഈ സഹകരണ സംഘം ലോകത്തിൽ ആദ്യമായി തുടങ്ങുന്നത് സോവിയറ്റ് റഷ്യയിലാണ്. അത് സ്റ്റാലിന്റെ ഭരണകാലത്താണ്. അവിടെ നിന്നാണ് കേരളത്തില് ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നപ്പോൾ അവർ വിവിധ മേഖലകളിൽ, വിവിധ സ്ഥലങ്ങളിൽ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചതും അതിന്റെ പ്രവർത്തനം തുടങ്ങിയതും. അതെല്ലാം ജനങ്ങളുടെ നന്മയെ ഉദ്ദേശിച്ചായിരുന്നു. ജനങ്ങളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് വേണ്ടിയായിരുന്നു. കാർഷിക മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടിയായിരുന്നു. ചെറുകിട വ്യവസായ മേഖലയെ ഉണർത്തുന്നതിന് വേണ്ടിയായിരുന്നു. ചെറുകിട ബിസിനസ്സുകളെ, കച്ചവടങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ ഇന്ന് സഹകരണ പ്രസ്ഥാനങ്ങൾ ഒരു അപകട പ്രസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങളിലെ അഴിമതികൾ, വെട്ടിപ്പുകൾ, തട്ടിപ്പുകൾ. ഇതെല്ലാം വിവിധ ഏജൻസികൾ, ED അടക്കമുള്ള ഏജൻസികൾ കണ്ടുപിടിക്കുകയും അതിൽ പങ്കാളികളായിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും കേസുകളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കേരളത്തിലെ 50% സഹകരണ സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന സ്വർണ്ണ പണ്ടങ്ങൾ, ഇത് നല്ലൊരു ശതമാനവും 50% മുക്ക് പണ്ടങ്ങളാണ് എന്നുള്ളത് ആ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കെല്ലാം അറിയാം. പല സഹകരണ സ്ഥാപനങ്ങളും മുക്ക് പണ്ടങ്ങൾ അവിടെ
ഉത്തരവാദിത്തപ്പെട്ട അപ്രൈസർമാർ വന്ന് പരിശോധിച്ചപ്പോൾ പലതും മുക്കുപണ്ടങ്ങളാണെന്ന് കണ്ടെത്തുകയും അതെല്ലാം ആ സഹകരണ സംഘങ്ങളിലെ ജീവനക്കാരുടെ മേൽ കുറ്റം അടിച്ചേൽപ്പിക്കുകയും അവര് ജാമ്യമെടുക്കുകയും ഇന്നും കേസ് പറയുകയും ചെയ്യുന്നു. പലപ്പോഴും ഭരണസമിതി അംഗങ്ങൾ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു പോകുന്നു. ഇന്ന് സഹകരണ സംഘങ്ങളിലെ ഭരണസമിതിയിൽ ഇരുന്നിട്ടുള്ളവരിൽ ആരുടെയെങ്കിലും പേരിൽ വിജിലൻസ് കേസില്ലാതെ വിജിലൻസ് കോടതിയിൽ കേസില്ലാത്തവരുണ്ടോ എന്ന് ചോദിച്ചാൽ അന്വേഷിച്ച് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒറ്റയടിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതാണ് ആ സഹകരണ സ്ഥാപനങ്ങളിലെ അവസ്ഥ. ഒരു കാലഘട്ടത്തിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് ജനങ്ങളെ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് ഭരണസമിതി അംഗങ്ങൾക്ക് പണം സമ്പാദിക്കുന്നതിന് വേണ്ടി തെറ്റായ മാർഗങ്ങളുടെ വിരാമിപ്പേരുകളിൽ വായ്പ എടുത്തുകൊണ്ട് അത് വിവിധ മേഖലകളിൽ പലിശയ്ക്കും അല്ലാതെയും ബിസിനസ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിച്ചുകൊണ്ട് ആ തുകകൾ തിരിച്ചടയ്ക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഇന്ന് സഹകരണ മേഖലയിലുണ്ട്. അത് ഇല്ലാതാക്കുന്നതിന് ഉടനെയൊന്നും കഴിയുമെന്ന് തോന്നുന്നില്ല. എങ്കിലും കൂടെയൊക്കെ ആ വെട്ടിപ്പും തട്ടിപ്പും നടത്തിയ സഹകരണ സ്ഥാപനങ്ങളെ സൂപ്പർസീഡ് ചെയ്യുകയും അവിടുത്തെ ഭരണസമിതി അംഗങ്ങളുടെ പേരിലും പ്രസിഡന്റിന്റെ പേരിലും സെക്രട്ടറിയുടെ പേരിലുമൊക്കെ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണവും നടത്തുകയും ആ കേസുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ പരമോന്നത സമിതി എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോയാണ്. അതിന് ഒരു ജനറൽ സെക്രട്ടറി മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ പ്രസിഡന്റോ ചെയർമാനോ സെക്രട്ടറിമാരോ ഖജാൻജിയോ ജോയിന്റ് സെക്രട്ടറിമാരോ ഒന്നും ഉണ്ടാവില്ല. ഒരു ജനറൽ സെക്രട്ടറി. ആ ജനറൽ സെക്രട്ടറിയാണ് കഴിഞ്ഞ മാസം അന്തരിച്ച ശ്രീ സീതാറാം യെച്ചൂരി. പകരം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ട് CPM-ന്റെ സമ്മേളനങ്ങളെ സമ്മേളനത്തെ പാർട്ടി കോൺഗ്രസ് എന്നാണ് പറയുന്നത്. ബ്രാഞ്ച് തലം തൊട്ട് അഖിലേന്ത്യാ തലം വരെയുള്ള സമ്മേളനങ്ങൾ നടത്തുന്നു. അതിനെയാണ് പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ പാർട്ടി കോൺഗ്രസിൽ പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കണം. അതിന് ഇനി കുറച്ച് മാസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പുതിയ ജനറൽ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കേണ്ട എന്നൊരു തീരുമാനം അവിടെ പോളിറ്റ് ബ്യൂറോയും ആ തീരുമാനം കേന്ദ്ര കമ്മിറ്റി അംഗീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പോളിറ്റ് ബ്യൂറോയിലെ സീനിയർ അംഗമായിരുന്ന മുൻ ജനറൽ സെക്രട്ടറി ശ്രീ പ്രകാശ് കരാട്ടിനെ CPM-ന്റെ കോർഡിനേറ്ററായി നിശ്ചയിച്ചത്. മിക്കവാറും വരുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രകാശ് കരാട്ടെ തന്നെയാണ് ജനറൽ സെക്രട്ടറിയായി വരാൻ സാധ്യത. ഇനിയും നിരവധി സംഭവങ്ങൾ കണ്ണാടിയിലൂടെ നോക്കിക്കണ്ടിട്ടുണ്ട്. അതെല്ലാം അടുത്ത ആഴ്ച ഇതേ സമയത്ത് അവതരിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ ഇത് കണ്ണാടിയിലൂടെ എന്ന പരിപാടി പൂർത്തിയാക്കാൻ ശ്രമിക്കുകയാണ്. നന്ദി, നമസ്കാരം.